ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറേ ആയിട്ട് ഞാൻ കിറ്റുകളൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ ഇന്ന് മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെ ഇപ്പോൾ കുറേ ഇങ്ങനെ മേക്കിംഗ് വീഡിയോസ് ആയിട്ട് തന്നെയാണ് വരാറുള്ളത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു എന്താ പറയുക, സിമ്പിളായിട്ടുള്ള മേക്കിംഗ് വീഡിയോസുകളൊക്കെ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കുകൾ ബിഗിനേഴ്സിന് ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയിട്ട് മാത്രമല്ല, ഞാൻ പിന്നെ എനിക്ക് കുറച്ച് നമ്മൾ ഈ വർക്കുകളൊക്കെ ചെയ്യുന്നത് നമ്മുടെ കൈ കൊണ്ടുള്ള വർക്കുകളാണല്ലോ മൊത്തം. അപ്പോൾ കൈക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കാരണമാണ് ഡെയിലി വീഡിയോസൊന്നും ഇടാനും പറ്റാറില്ല. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കാണുന്ന എത്ര പേരോ അവരെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ചിലവരത് കണ്ടങ്ങ് പോവും. ചിലവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കാം, എന്നാൽ പോലും ലൈക്ക് അടിക്കാൻ മടിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. നിങ്ങൾക്ക് ഒരു ലൈക്ക് അടിക്കലിന് ഒരു നഷ്ടമില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിൽക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കാം. ഞാൻ ഒരുപാട് സിമ്പിളായിട്ടുള്ളത്, എന്നാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്, ഒരു സിമ്പിളാണെങ്കിൽ പോലും അത്യാവശ്യം ഓർഡേഴ്സ് കിട്ടുന്ന വർക്കുകളൊക്കെ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു കോംബോ വെച്ചിട്ടാണ്. ഞാൻ ഒരുപാട് മെറ്റീരിയൽസൊന്നും അങ്ങനെ ഒരുപാട് അങ്ങ് സെയിലൊന്നും ചെയ്യാത്തത് കാരണം തന്നെ നമ്മളൊരു ഗിവ് അവേ അങ്ങനെ ഒന്നും കൊടുക്കാത്തത്. നമുക്ക് ആ ഒരു ഇതിലേക്കുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും ചെയ്യാത്തത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മേക്കിംഗ് വീഡിയോസ് ചെയ്യുന്നത് തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഞാൻ പിന്നെ എനിക്കുള്ള ഓർഡേഴ്സും പിന്നെ ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന വർക്കുകളൊന്ന് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നും കൂടെ കരുതിയിട്ടാണ്. അപ്പോൾ ഉപകാരപ്പെടുന്നവരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക, ലൈക്ക് ചെയ്ത്. അപ്പോൾ ഈ കോംബോ വെച്ചിട്ടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബീഡ്സ് ഉണ്ട്. നമ്മൾ സെൻറ്ററിൽ പേസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ബീഡ്സ്, സ്റ്റോൺ വിത്ത് ബീഡ്സ് ഉള്ള അത് എടുത്ത് വെച്ചിട്ടുണ്ട്. കോംബോ നമുക്ക് ഇതിൻ്റെ ഗോൾഡൻ കളർ എല്ലാം കിട്ടും. എൻ്റെ കയ്യിൽ ഇപ്പം ബ്ലാക്കാണ് സ്റ്റോക്ക് ഉള്ളത്. പിന്നെ സ്റ്റോൺ ലേസ് ഉണ്ട്, ഗ്ലിറ്റർ ഷീറ്റ് ഉണ്ട്. ഗ്ലിറ്റർ ഷീറ്റ് ഇത് ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഉണ്ട്, അല്ലാത്തതുകൊണ്ട്. ക്വാളിറ്റി ഉള്ള ഷീറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ല ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട്, ക്യാൻവാസ് വെച്ചിട്ട് ഏത് വെച്ചിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് എടുത്തിരിക്കുന്നത് കാരണം ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അതിനൊരു ഗ്ലേസിങ്ങും കൂടെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. പിന്നെ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടുണ്ട്. സ്റ്റോൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത്രയും ഐറ്റംസുകളാണ്. പിന്നെ നമുക്കൊരു സിസർ വേണം, ഗ്ലൂ വേണം. ഇത്രയും ഐറ്റംസുകൾ മാത്രം മതി കേട്ടോ. ഞാനിതിൻ്റെ മുമ്പൊരു വീഡിയോ കോംബോ വെച്ചിട്ടുള്ള ബീഡ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. പിന്നെന്താ, അപ്പോൾ പിന്നെ നമുക്കത് ആ വീഡിയോസിലേക്ക് പോവാം, മേക്കിങ്ങിലേക്ക് പോവാം. ഈ ഒരു ലെങ്ത്തിനനുസരിച്ചുള്ളത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഇങ്ങോട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഇവിടെ ഒരു സ്റ്റിക്കറാണ്, അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചതിന് ശേഷം ഇവിടെ നമ്മുടെ സ്റ്റോൺ ലേസ് ഒരു ലെയർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ഈ സൈഡ് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സൈഡ് ഒട്ടിക്കാം, പക്ഷേ ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. കാരണം നമ്മളിങ്ങനെ കോംബ് ചെയ്ത് വയ്ക്കുമ്പോൾ മുകൾ ഭാഗം മാത്രമല്ലേ നമുക്ക് കാണുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന 3 ബീഡുണ്ടല്ലോ. ഞാൻ ഇങ്ങനത്തെ 6 എണ്ണമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഈ 6 എണ്ണത്തിൽ 3 എണ്ണം എടുത്തിട്ട് ഈ ഒരു സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക. ഉണ്ടല്ലോ, 3 എണ്ണം ഇവിടെ ഇങ്ങനെ ഞാനത് വെക്കുമ്പോൾ അതങ്ങ് വീട് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം എവിടെയാണെന്നുള്ളത് കേട്ടോ. കണ്ടല്ലോ, 3 എണ്ണം ഈ സൈഡിൽ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് 3 എണ്ണം ഈ സൈഡിൽ ഒട്ടിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഇത് ഇങ്ങനെ സെൻറ്ററിൽ ഒട്ടിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതും കൂടെ ഒട്ടിച്ച് കാണിച്ചു തരാം. ഇവിടെ 3 എണ്ണം ഒട്ടിച്ചു, ഇവിടെയും 3 എണ്ണം ഒട്ടിക്കണം കേട്ടോ. കണ്ടല്ലോ, നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ സെൻറ്ററിൽ ഈ ഒരു സെൻറ്റർ സ്റ്റോണ് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടല്ലോ, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ശ്രദ്ധയിലാണ്. ഇതുപോലെ കണ്ടോ, നല്ല മനോഹരമായിരിക്കണില്ലേ? അപ്പോൾ ഇതൊന്നും ഒട്ടി വന്നിട്ടില്ല. അപ്പം ഞാനിത് ഒന്ന് നന്നായിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കണം, അപ്പോഴേ ഇത് ഒട്ടി വരുള്ളൂ കേട്ടോ. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊരു സ്റ്റോൺ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഈ സ്റ്റോൺ എന്ത് ചെയ്യണം? ഈ ഒരു ബീഡിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്യാപ്പിൽ കേട്ടോ, ഈ ഗ്യാപ്പിലൊക്കെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ഇതേ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് സെൻറ്ററിലൊന്ന് വെച്ച് നോക്കിയിട്ടുണ്ട് എങ്ങനെ ഭംഗി ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതേ കണ്ടോ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേ കണ്ടോ, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്നു ഇത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമെന്ന്. അപ്പോൾ ഞാനതങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ മനോഹരമായ ഈ കോമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരാം.